അച്ചാർ ഉണ്ടാക്കാത്ത വീടുകൾ ഇന്ത്യയിൽ വളരെ കുറവാണ്. കേരളത്തിന്റെ തനതായ വിഭവമായ സദ്യയിലും ഇന്ത്യയിലെ ജനപ്രിയ വിഭവമായ ബിരിയാണിയും അച്ചാർ ഒഴിച്ചുകൂടാൻ. ഉച്ചയ്ക്ക് ഊണിന് പതിവായി അച്ചാർ കഴിക്കുന്നവരും കുറവല്ല. ലോകത്തെ ഏറ്റവും പ്രാചീന സിവിലൈസേഷനായ മെസപ്പൊട്ടാമിയയിൽ തുടങ്ങിയ അച്ചാറിൽ മെസപ്പൊട്ടാമിയയിൽ നിന്നും ലോകത്തെ എല്ലാ കൾച്ചറിലേക്കും അച്ചാർ വ്യാപിച്ചെത്തിയിട്ടുണ്ട്. വെൽക്കം ടു ദ സ്റ്റോറി ഓഫ് കുക്കിംഗ്. 5525 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ തുർക്കിയും സിറിയയും ഇറാഖും കുവൈറ്റും സ്ഥിതി ചെയ്യുന്ന സ്ഥലം ടൈഗ്രീസ് നദിയുടെയും യൂഫറൈറ്റ്സ് നദിയുടെയും തീരത്ത് ഒരു കൂട്ടം ജനങ്ങൾ താമസിക്കാൻ ആരംഭിക്കുന്നു. ആ സിവിലൈസേഷൻ മുൻകാലത്ത് ആൻഷ്യൻ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ എന്നറിയപ്പെടുമ്പോൾ വിന്ററിലെ മിതമായ മഴ പോലും അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ പര്യാപ്തമായി. ഫ്ലഡ് കാരണം അവർ കൃഷി ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർ പച്ചക്കറികളും ധാന്യങ്ങളും മറ്റും പ്രിസർവ് ചെയ്യാൻ ആരംഭിച്ചു. മെസപ്പൊട്ടാമിയയിൽ സുലഭമായി കിട്ടുന്ന ഉപ്പും വെള്ളവും ചേർത്ത് അവർ ബ്രൈൻ സൊല്യൂഷൻ ഉണ്ടാക്കും. ഈ ബ്രൈൻ സൊല്യൂഷൻ ഉപയോഗിച്ച് അവർ 2400 BC പിക്ലിംഗ് ചെയ്തതായി എവിഡൻസ് ലഭിച്ചിട്ടുണ്ട്. 3100 BCയോടെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നിലവിൽ വന്നു. ഈജിപ്ത് സിവിലൈസേഷന്റെ ജനങ്ങളുമായി മെസപ്പൊട്ടാമിയൻ ജനങ്ങൾ നല്ല വ്യാപാര ബന്ധമായിരുന്നു പുലർത്തിയിരുന്നു. ഈ രണ്ട് സിവിലൈസേഷനിലെ ജനങ്ങളും ട്രേഡിനൊപ്പം അവരുടെ കൾച്ചറും അറിവുകളും ഷെയർ ചെയ്തു. അതുവഴി ഈജിപ്തിലേക്ക് പിക്ലിംഗ് എന്ന ആശയം എത്തിച്ചേർന്നു. ഈജിപ്തുകാർ പിക്ലിംഗ് ചെയ്തതിന് തെളിവുകൾ ധാരാളമാണ്. അവരുടെ ചുമർ ചിത്രങ്ങളിലും പോട്ടറികളിലും ഈ പിക്ലിംഗിനെ കുറിച്ചുള്ള ആശയങ്ങൾ വളരെയധികം കാണാൻ സാധിക്കും. നൈൽ നദിയുടെ തീരത്തായിരുന്നു ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നിലകൊണ്ടത്. ലോകത്തെ ഏറ്റവും അധികം ചൂട് കൂടിയ സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിലായിരുന്നു. അവിടുത്തെ വേനൽക്കാലം വളരെ ചൂട് കൂടിയതും ദീർഘവുമായിരുന്നു. 35 ഡിഗ്രി ആയിരുന്നു അവിടുത്തെ ശരാശരി താപനില. മഴക്കാലത്തിന്റെ ദൈർഘ്യം അവിടെ വളരെ കുറവായിരുന്നു. എന്നാൽ മഴക്കാലത്ത് ഈജിപ്തിലും ഫ്ലഡ് സംഭവിച്ചു. നൈൽ നദിയിലൂടെ ഒലിച്ചു വരുന്ന എക്കൽ മണ്ണ് ഈജിപ്തുകാരെ കൃഷിയിലേക്ക് അടുപ്പിച്ചു. എന്നാൽ വേനൽക്കാലം ആവുന്നതിനനുസരിച്ച് നൈൽ നദിയിലെ വെള്ളം കുറഞ്ഞു വരികയും അവർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത രീതിയിലെത്തുകയും ചെയ്തു. വേനൽക്കാലം പട്ടിണിയില്ലാതെ അതിജീവിക്കാൻ വേണ്ടി അവർ ഫെർമെന്റേഷനും പിക്ലിംഗും ഡ്രൈയിങ്ങും പോലുള്ള ഫുഡ് പ്രിസർവേഷൻ മെത്തേഡുകൾ ഉപയോഗിച്ചു. ഡ്രൈയിങ്ങിലൂടെ അവർ ധാന്യങ്ങളും, ഫെർമെന്റേഷനിലൂടെ ബിയറും, പിക്ലിംഗിലൂടെ അവർ മീറ്റും വെജിറ്റബിൾസും പ്രിസർവ് ചെയ്തു. ഈജിപ്തിലെ ജനങ്ങൾ ആഫ്റ്റർ ലൈഫിൽ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പിക്കിൾ ചെയ്ത ഫുഡ് അവർ ശവശരീരത്തിനൊപ്പം വെക്കുമായിരുന്നു. മറ്റ് പ്രിസർവേറ്റീവ് മെത്തേഡിനേക്കാൾ അവർ പിക്ലിംഗിന് ഒരു പ്രാധാന്യം കൂടുതലായി നൽകിയിരുന്നു. അതിന് കാരണം മറ്റ് പ്രിസർവേഷൻ മെത്തേഡിനേക്കാളും പിക്ലിംഗ് സ്പോയിലേജ് വളരെ കുറവായിരുന്നു. പിക്ലിംഗ് ചെയ്ത ഫുഡിന് ഫ്ലേവറും ടേസ്റ്റും കൂടുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. 2500 BCയോടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ രൂപപ്പെട്ടു. മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനുമായും ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായും വ്യാപാരത്തിൽ നല്ല ബന്ധം പുലർത്തിയത് കൊണ്ട് തന്നെ അവർക്ക് പിക്ലിംഗ് എന്ന ആശയം അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭ്യമായി. ഈജിപ്തിലെ ജനത ഗ്രീക്കിലെ ജനങ്ങളുമായും ട്രേഡ് നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രീക്കിലും പിക്ലിംഗ് വളരെ പെട്ടെന്ന് പ്രചാരണം നേടി. എന്നാൽ ഗ്രീക്ക് ജനത ബ്രൈൻ സൊല്യൂഷന് പകരം ഗ്രേക്ക് വിനെഗറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിക്ലിംഗ് ചെയ്ത ഭക്ഷണം ഊർജ്ജം നൽകും എന്ന വിശ്വാസം കാരണം ഗ്രീക്കിലത്തെ അത്ലറ്റ്സ് എല്ലാവരും തന്റെ തീൻ മേശയിൽ പിക്ലിംഗ് ചെയ്ത ഭക്ഷണം ഒരു സ്ഥിര വിഭവമായി ഉപയോഗിക്കാൻ തുടങ്ങി. ഗ്രീക്കിൽ നിന്നും റോമിലേക്കും പിക്ലിംഗ് എന്ന ആശയം വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നു. കാബേജും ക്യാരറ്റും ഒനിയനും കുക്കുംബറും പോലുള്ള വെജിറ്റബിൾസും മീറ്റും അവർ പിക്ലിംഗ് ചെയ്തു. അന്നത്തെ റോമൻ ജനത പിക്കിൾ ചെയ്ത ഭക്ഷണം കഴിക്കുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വളരെ നല്ലതാണെന്ന് വിശ്വസിച്ചു. റോമക്കാർക്കിന്റെ യൂറോപ്പ് മുഴുവൻ പിക്ലിംഗ് എന്ന ആശയം പ്രചരിപ്പിക്കുന്നതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മെഡീവൽ പീരീഡിൽ യൂറോപ്പ് ജനത പിക്ലിംഗ് ഏജന്റായി ബ്രെയിൻ സൊല്യൂഷൻ ഗ്രേപ്പ് വിനാഗറിന് പകരം വിനെഗർ ഉപയോഗിക്കാൻ തുടങ്ങി. അതിന് വിനെഗർ ഉപയോഗിച്ചുള്ള പിക്കിൾസ് വളരെ ജനപ്രിയമാവുന്നു. യൂറോപ്പിലെ വിന്റർ അതിജീവിക്കണമെങ്കിൽ ഫുഡ് പ്രിസർവേറ്റീവ് മെത്തേഡുകൾ വളരെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പിക്ലിംഗ് എന്ന പ്രോസസ് അവർക്ക് വളരെ ക്രൂഷ്യലായി മാറി. യൂറോപ്യൻ ശക്തികളായ പോർച്ചുഗലും ബ്രിട്ടൻ, സ്പെയിനും ഡച്ചും അടക്കമുള്ള രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളെ കീഴടക്കിയതോടെ
അവിടെ കോളനി സ്ഥാപിച്ചതോടെ വിനെഗർ ഉപയോഗിച്ചുള്ള പിക്ലിംഗ് മെത്തേഡുകൾ ലോകം മുഴുവൻ പ്രചാരണത്തിലായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ കോളനിയാക്കിയതോടെ ഇന്ത്യക്കാരുടെ അന്ന് വരെയുള്ള ഇന്ത്യൻ റെസിപ്പിയിലേക്ക് ഇതുവരെ ചേർക്കാത്ത ഒരു ഇൻഗ്രീഡിയന്റ് കൂടി ചേർക്കപ്പെട്ടു, വിനെഗർ. അതിനുശേഷം ഇന്ത്യയിൽ പലതരം അച്ചാറുകൾ ഉണ്ടാക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.